മൈക്കിൾ ജോർദാൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനൊരു വിജയിയാണെന്ന് എല്ലാവരും പറയും. എൻ്റെ ആഘോഷങ്ങൾ എല്ലാവരും കാണും. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായി എന്നെ പുകഴ്ത്തപ്പെടും. പക്ഷേ ഇവരെല്ലാം കണ്ടിട്ടുള്ളത് വിജയങ്ങൾ മാത്രമാണ്. ആ വിജയങ്ങൾ സ്വന്തമാക്കാൻ എത്രയോ തവണ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയങ്ങൾ ഒന്നും തന്നെ അവർ കണ്ടിട്ടില്ല. I have missed 9,000 shot in my life. I have failed over and over again in my life. That is why I experienced. തോൽക്കാൻ പേടിക്കാതെ ഇറങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതാണ്. ഓരോ ഇറങ്ങി പുറപ്പെടലും ഒരു പരീക്ഷണമാണ്. ജയിക്കുമോ ഇല്ലയോ എന്നറിയാത്ത ഒരു പരീക്ഷണം. പക്ഷേ മൈക്കിൾ ജോർദാൻ പറയും, ബട്ട് ഐ ഹാവ് ആൾവേസ് ബിലീവ്ഡ് ഇഫ് യു പുട്ട് ഇൻ ദ വർക്ക് റിസൾട്ട് വിൽ കം. നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ, പൂർണ്ണ മനസ്സോടെ വിയർപ്പ് ഒഴുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടിയിരിക്കും. അത് എനിക്ക് ഉറപ്പായിരുന്നു. ആ ഉറപ്പിൽ നിന്നാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. പലപ്പോഴും തോറ്റുപോയപ്പോഴും എനിക്ക് ആ ഉറപ്പുണ്ടായിരുന്നു. ഒരു കാലത്ത് ഈ തോൽവികളുടെ എല്ലാം ഫലം എനിക്ക് കിട്ടും. ഒരു കാലത്ത് ഈ തോൽവികളിൽ ചവിട്ടി നിന്ന് ഞാൻ വിജയം സ്വന്തമാക്കും. ഈ ലോകത്ത് തോൽപ്പിക്കാൻ പറ്റാത്ത ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. അത് തോൽക്കാൻ തയ്യാറാവാത്തവനാണ്. പരിശ്രമങ്ങൾ നിർത്താൻ തയ്യാറാവാത്തവനാണ്. അവർ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ ലോകത്ത് ആരെങ്കിലും എന്തിനെങ്കിലും വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒരു കാര്യം ഒന്നുപോലെ നേടിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്: പ്രതിസന്ധികൾ. അവരെല്ലാം ജീവിതം വെല്ലുവിളിച്ചിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം വീണപ്പോൾ എല്ലാം എഴുന്നേറ്റ് ഓടിയവരാണ്. എത്ര പ്രാവശ്യം വീണിട്ടുണ്ടോ അത്രയും പ്രാവശ്യം എഴുന്നേൽക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ളവരാണ് അവർ. They fall, but they stand up again and again. പക്ഷേ ഒരുപാട് ആളുകളുണ്ട് ഈ വീഴുമെന്നുള്ള പേടി കാരണം ഇറങ്ങി പുറപ്പെടാൻ മടിക്കുന്നവർ, ജീവിതത്തിൻ്റെ ഏറ്റവും സേഫ് സോണുകൾ തേടുന്നവർ. തോൽവികളെ ഭയപ്പെട്ട് ആരെല്ലാം സ്വപ്നത്തിൽ നിന്ന് ഓടി മറഞ്ഞിട്ടുണ്ടോ, ആരെല്ലാം സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ, അവരെല്ലാം ആ നിമിഷത്തെ ഓർത്ത് പരിതപിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ വീണുപോയ മഹാന്മാരെല്ലാം, തെറ്റുപറ്റിയ മഹാന്മാരെല്ലാം ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു: ഇനി ഞാൻ വീഴുന്നുണ്ടെങ്കിൽ അതേ കാരണം കൊണ്ടായിരിക്കില്ല, അതേ തെറ്റ് ആവർത്തിക്കുന്നത് കൊണ്ടായിരിക്കില്ല. അവർ തെറ്റുകളിൽ നിന്നും പഠിച്ച്, തോൽവികളിൽ നിന്ന് പഠിച്ച് മുന്നേറാൻ ധൈര്യം കാണിച്ചവരാണ്. നമ്മൾ ഓടി ഒളിക്കുന്ന ഭയങ്ങൾ, നമ്മൾ ഓടി മറയുന്ന റിസ്കുകൾ, ഇതിൻ്റെ ഫേസ് ചെയ്യാൻ ഈ ലോകത്ത് ഒരാൾ തയ്യാറാകുന്നുണ്ട്. നമ്മൾ ഓടി മറയുന്നതിലേക്ക് ആരോ ഒരാൾ ഓടി അടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വിജയിക്കുന്നതും നമ്മൾ നേടാതെ പോകുന്നതും. They faced it, they overcome the fear of failure. തോക്കുമോ എന്നുള്ള ഭയത്തെ അവർ അതിജീവിച്ചു. വിജയത്തിൽ എത്തിയിട്ടുള്ള ആരുടെ ജീവിതം നോക്കിയാലും നമുക്ക് ഒരു കാര്യം പറയാൻ സാധിക്കും: നമ്മൾ ഇന്ന് പറയുന്ന എക്സ്ക്യൂസുകൾ അവർക്ക് പലർക്കും പറയാനുണ്ടായിരുന്നു. അവരെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ്. എല്ലാവർക്കും ഏറ്റവും മികച്ച സാഹചര്യങ്ങളല്ലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും അവർ ഉയർന്നു വന്നു. കാരണം നമ്മൾ എക്സ്ക്യൂസുകൾ പറഞ്ഞെടുത്ത് അവർ എക്സ്ക്യൂസുകൾ പറഞ്ഞില്ല. നമ്മൾ ഇന്നൊരു എക്സ്ക്യൂസ് പറയുന്നുണ്ടെങ്കിൽ ആ നിമിഷം നമ്മൾ ചിന്തിക്കണം, നമ്മൾ എന്തിൽ നിന്നും ഓടി ഒളിക്കുകയാണെന്ന്, നമ്മൾ എന്തിൽ നിന്നോ പിന്മാറുകയാണ്. ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്: നമുക്ക് ജീവിതത്തിൽ ഒരു സ്വപ്നം കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒരു ചിന്ത കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്. അത് യഥാർത്ഥമാക്കാൻ നമുക്ക് ശക്തി ഉള്ളതുകൊണ്ടാണ് ആ സ്വപ്നം നമുക്ക് കിട്ടുന്നത്. ആരും നിങ്ങളോട് പറയുന്നില്ല ഇത് എളുപ്പമാണെന്ന്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മൾ ആ തീരുമാനം എടുത്തേ തീരൂ. നമ്മുടെ ഭയങ്ങളെ നേരിടാനുള്ള തീരുമാനം നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തോൽക്കേണ്ടി വരില്ല. ആ തോൽവികളെ ഫേസ് ചെയ്യാൻ, ആ തോൽവികളെ നേരിടാൻ എത്രയും വേഗം തയ്യാറാകുന്നതിലേ നമ്മുടെ ജീവിതത്തിന് നല്ലത്. അതുകൊണ്ട് കഴിയുന്ന എത്രയും നേരത്തെ ആ തോൽവികളെ നേരിടാൻ പഠിക്കുക. തോറ്റു കഴിഞ്ഞവന് ലഭിക്കുന്ന ഒരു ധൈര്യമുണ്ട്. ഒരു തോൽവി എന്നാൽ ഇത്ര മാത്രമേ ഉള്ളൂ, പിന്നെ അതവന് തോൽവിയെ ഭയമേ ഇല്ല. ശരിയാണ്, അലസതയിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊരു സുഖം കിട്ടുന്നുണ്ടാവും, അത് നമ്മളെ ആകർഷിക്കുന്നുണ്ടാവും. പക്ഷേ അത് നമുക്ക് ഒരിക്കലും സംതൃപ്തി നൽകുന്നില്ല. വർക്ക് ഓൺലി വർക്ക് വിൽ ഗിവ് അസ് സാറ്റിസ്ഫാക്ഷൻ. വർക്ക് ഓൺലി വർക്ക് വിൽ ഗിവ് അസ് സാറ്റിസ്ഫാക്ഷൻ. നമ്മുടെ സ്വപ്നവും നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള അധ്വാനവുമാണ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥം തരുന്നത്. ഇഫ് യു വാണ്ട് ടു ഗോ അപ്പ്, ഗിവ് അപ്പ് വാട്ട് ഹോൾഡ് യു ഡൗൺ. നിങ്ങൾക്ക് മുകളിലേക്ക് പോകണമെങ്കിൽ നിങ്ങളെ താഴോട്ട് പിടിച്ചു നിർത്തുന്നത് വേണ്ടെന്ന് വെക്കുക. സാക്രിഫൈസ്, പലതും വേണ്ടെന്ന് വെക്കാൻ തയ്യാറാവുക. എന്നിട്ട് വീണ്ടും നിങ്ങളോട് തന്നെ പറയുക, നെവർ ഗിവ് അപ്പ്. ഒരിക്കൽ കൂടി ഞാൻ ട്രൈ ചെയ്യും. വൺസ് മോർ. ഓരോ തോൽവി കഴിയുമ്പോഴും ഇത് തന്നെ നിങ്ങളോട് പറയുക, വീണ്ടും വീണ്ടും പറയുക, വൺസ് മോർ. അങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ ഒന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ്. അതിലൊന്നായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം.